Hello everyone, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Bha Bha Bha. Let's watch it. Yeah. തട്ടിക്കൊണ്ടുപോയിക്കണം മറ്റേ സാർ നിന്റെ അച്ഛൻ്റെ അച്ഛൻ ഇതൊക്കെ ചെയ്താ ഞങ്ങളെ അണ്ണനാരെന്ന് നിനക്ക് അറിയണ്ടേ നിന്റെ അച്ഛനച്ഛനെ കടത്തിക്കൊണ്ടുപോകാൻ മാത്രമുള്ള പാട്ട് വന്നു നിനക്ക് അറിയണ്ടേ Whoa! ബാക്കി ഇതേ അത് പൊളിച്ചു ഈ ബാക്കി നിങ്ങൾ ഏതോ അണ്ണൻ ഹീറോ ആണെങ്കിൽ എനിക്ക് എന്റെ അച്ഛൻ സൂപ്പർ ഹീറോ ആണ്. The hero smash. നായകന്റെ പടയോ ലോഡ് ആൾക്കാർ ഇത് കണ്ട് ബാക്കോട്ട് നോക്ക് എല്ലാരും ചായ വടയൊക്കെ കഴിച്ചിട്ട് പോയാ മതി. ബ്ലാക്ക് ഫോഴ്സ് അവരുടെ ഫസ്റ്റ് റിപ്പോർട്ട് തന്നു. അത് പ്രകാരം ഈ കിഡ്നാപ്പ് പണത്തിന് വേണ്ടിയോ ജയിലിൽ നിന്നും ആരെങ്കിലും മോചിപ്പിക്കാൻ വേണ്ടിയോ അല്ല. Sir, I know that. I'm already running behind it. Yeah, you good boy. Thank you, good boy. ഈ ഫോഴ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും സാർ വിശ്വസിക്കരുത്. ഇത് തന്നെയാണ് നിങ്ങളെ കുറിച്ച് അവരും പറയുന്നത്. ഇത് തോന്നുന്നു പട്ടിക്കഴുവേറി. നേരത്തെ വലിയ ഡയലോഗ് അടിച്ചപ്പോ അങ്ങനെ മുഖത്തുണ്ടായ തിളക്കമുണ്ടല്ലോ അതൊക്കെ പതിയങ്ങ് മങ്ങി തുടങ്ങി. അതേ സമയത്ത് ഞങ്ങൾ അണ്ണൻ ഇഷ്ടപ്പെട്ട നിന്റെ അച്ഛൻ ഒരുപാട് വെള്ളം കുടിച്ചു. അപ്പോൾ ഞങ്ങൾ അണ്ണൻ നിന്റെ അപ്പൂപ്പനെയും കൊണ്ട് ജൈത്രയാത്ര തുടർന്നു. നിന്റെ അച്ഛനുള്ള സ്റ്റേഷനിൽ തിരിച്ചു പോകുന്ന ഒരേ ഒരാൾ മാത്രം ബാക്കിയായി. സ്പെഷ്യൽ എഡിഷൻ പത്രങ്ങളുണ്ട്. നിന്റെ അച്ഛൻ അന്തം വിട്ടു. ഇന്നാരോട് ഇവിടെ പത്തോട്ടത് അടുത്ത കോളേജിലെ പിള്ളേരെ സാർ ഈ ഏരിയയിലേക്ക് പത്രോടുന്നത് ചെറിയ പിള്ളേരെ സ്മോൾ കിഡ്സ്. അച്ഛനെ കൊണ്ടുപോയത് ജാക്കി ഷറഫ നമ്മളതെല്ലായിടത്തും കൊണ്ടുപോയിടാറുണ്ട് സാറേ. അതിന് കുറച്ച് പൈസയും കിട്ടും. പിന്നെ ചിലപ്പോ ഒരു ബിരിയാണി. അന്ന് മുഖ്യമന്ത്രി എല്ലാവരും കാണാൻ വേണ്ടെന്ന് പറഞ്ഞ നോട്ടീസും അത് ഞങ്ങൾ തന്നെയാ പാർട്ടിക്കാർക്ക് വേണ്ടിട്ട് കൊടുത്തേ. പാർട്ടിക്കാരുടെ കാര്യം കഴിഞ്ഞ് പൈസ ചോദിച്ചപ്പോ അവരവളെ തേച്ചി. പക്ഷേ ഞങ്ങളുടെ പൊളിറ്റിക്കൽ അല്ല, കറക്റ്റാ. നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് ഇവനെ അറിയോ? അറിയോ? എന്നോട് കഥ പറയണ്ട. സിഎമ്മിന്റെ കിഡ്നാപ്പറായിട്ട് നിനക്ക് ഡയറക്റ്റ് കണക്ഷൻ ആണെന്ന് എനിക്കറിയാം. അതല്ല സാറേ പറയാൻ പാടില്ലാത്തത്. മര്യാദക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ ചെന്നതിനെയൊക്കെ സൂപ്പാക്കി കളയും. അങ്ങനെ സൂപ്പൊക്കെ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ എന്തിനാ സാറേ? गए फंसा और फंसा ये बच्चे लोग है ना गया वो സാറേ ഞാൻ ഈ പിള്ളേരെ ഉറക്കാവുന്നതാണ്. എന്റെ പേര് ഒരുപക്ഷെ സാറിന് അറിയാമായിരിക്കും. അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി. ഒറിജിനൽ മൂവി പ്രായപൂർത്തിയാകാത്ത പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് നിയമവിരുദ്ധാന്ന്
ബാക്കിയുള്ള അറിഞ്ഞോടെ. അതിനാരും അവരെ കൊണ്ട് ജയിക്കുന്നതല്ല. സ്വന്തം ഇഷ്ടത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഈ ജോലിയൊക്കെ ചെയ്യുന്ന നല്ല തെറിച്ച പിള്ളേരാണ് സാറേ എന്റെ ക്ലയൻസ്. യെസ് ആസ് യൂഷ്വൽ പേപ്പേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട്. Breaking news. തമിഴ്നാട് മുഖ്യമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വധഭീഷണി മുഴക്കിയ യുവാവ് ഒളിവിൽ. വല വിരിച്ച പോലീസ്. மைண்டே பீஸ்ஃபுல்லா இல்ல. மைண்ட் பீஸ்க்காக இந்த ஃபாரஸ்ட்டுக்கு வந்தேன். சி என் பைக் ஒரு பஞ்சர் ஆயிடுச்சு. கொஞ்சம் லிஃப்ட் கிடைக்குமா? സമയം വണ്ടി എടുത്ത് മാറ്റി. താങ്ക് യു സാർ. ஒரு கொஸ்டின். அப்பா கேட்டர் வெள்ளம் போட்டுக்கிட்டீங்க. அப்பா என்ன பைத்தியமா? എന്താ എന്തിനാണ് മര്യാദക്ക് പറഞ്ഞു. ടീച്ചർ മാധ്യമപ്രവർത്തനം കേട്ടുണ്ടോ? വായി തോന്നുന്ന എന്താ ആഭാസം വിളിച്ചു പറയുന്നതല്ല. ചെയ്യുന്ന ജോലി അത്രയും ആത്മാർത്ഥത്തോട് ചെയ്യുന്ന നല്ല നട്ടയുള്ള മാധ്യമപ്രവർത്തകരുണ്ട്. നാട് കട്ടുപിടിക്കുന്ന രാഷ്ട്രീയക്കാരനെ തുറന്നു കെട്ടിയതിന്റെ പേരിൽ ഭ്രാന്തരെന്ന് മുദ്രകുത്തി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ജയിലിലും കിടത്തി. ഒരുത്തന്റെ ജീവിതം നഷ്ടപ്പെട്ടതിനെ പറ്റി ടീച്ചറിന് ചിന്തിക്കാൻ കഴിയൂ? അവനെങ്ങനെ കൂട്ടിയോ അതിനും മികവോടെ അവരെയും കൂട്ടും. മീഡിയ, പ്രസ് അത് വച്ച് തന്നെ പകരം ചോദിക്കും. അതിന് എത്ര വലിയ ആളാണെങ്കിലും ഞാൻ ചോദിക്കും. ഇത്രയൊക്കെ ചെയ്ത് എന്റെ ജീവിതം നശിപ്പിച്ചവരോട് ഞാൻ തിരിച്ചു ചോദിക്കണ്ടേ? ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? ഏതാണവൻ? കൃഷ്ണമൂർത്തി സാർ, ഞങ്ങളുടെ ജി കെ. ഇവൻ ഈ പറയുന്നത് എന്താണെന്ന് മാഡത്തിന് മനസ്സിലാവുന്നില്ലേ? ആരാണ് മാധ്യമ പ്രവർത്തകൻ എന്നാണ് ഞാനും ആലോചിക്കുന്നത്. சார் எவ்வளவு அழகான ட்ரெயின் ரொம்ப பெஸ்ட் சார். அப்பா நீங்களும் தான் ചോദിക്കും. ടീച്ചർ പറയുന്ന ഓരോ വാക്കുകളും കാതോർത്തിരിക്കാൻ ഫുള്ള് ദുഃഖമാണ്. സുരേഷിനെ ഒന്ന് കൊല്ലും. क्राउड किधर गया? കിട്ടിയെന്ന് പറയാതെ എന്ത് ഫൈനിങ്സ് ആണ് കിട്ടിയെന്ന് വ്യക്തമാക്കും. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അടക്കം ഈ ഫയലിനകത്തുണ്ട്. അത് വ്യക്തമാക്കാനാണ് ഞാൻ അകത്തോട്ടേക്ക് പോകുന്നത്. നമസ്കാരം സാറേ, ഇതാണ് ഗോഡ്സ് വെഞ്ചറൊക്കെ കയ്യിൽ കുറെ ഫൈനൽസ് ഉണ്ടെന്ന് നടക്കുന്നത്. അതറിയാ നമുക്ക് ഇത് സംസാരിക്കാം. ഫൈനൽസ് കൊണ്ടുവരുത്ത നീ ആരാണ്? പോലീസാ? അങ്ങനെ ചോദിക്കും. പോലീസ് ആവാനുള്ള അവസാനത്തെ പടി വരെ ചവിട്ടി കേറിയില്ല. ബാക്കി പറയണം. എല്ലാ ടെസ്റ്റും പാസ്സായിട്ടും വയറിച്ചിരി കൂടുതലെന്ന് പറഞ്ഞ സാറേ റിജക്ട് ചെയ്തു. അത്രയും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നീ ഈ വയറും കുറയ്ക്കണം. എന്റെ പൊന്ന് സാറേ, ഒരു ശരാശരി മനുഷ്യൻ ജീവിക്കാൻ സാധ്യതയുള്ള 70 വർഷത്തിൽ ആദ്യത്തെ 20 വർഷം പാല് കുടി, ചോറ് കഴി, മുട്ട കഴി എന്നൊക്കെ പറഞ്ഞ് നാടും നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് നമുക്കൊരു ഫിഗർ ഉണ്ടാക്കി തരും. എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് പെണ്ണ് കെട്ടാൻ വയറ്, ജോലി കിട്ടാൻ വയറ് എന്നൊക്കെ പറഞ്ഞ് ആഹാരം പറ്റാതെ കഷ്ടപ്പെട്ട് ജീവിതം തള്ളി നീക്കി അവസാനം ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ പറ്റാതെ കുറ്റബോധത്തിൽ മരിച്ച് ജീവിക്കുന്നവരാണ് സാറേ പലരും. സാർ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സാർ കേട്ടോ, ഇഷ്ടപ്പെട്ട ആഹാരം ഇഷ്ടം പോലെ കഴിച്ച് മൃഷ്ടാനം വെട്ടി ഒഴുങ്ങി അവസാനം ഒരു ഫുഡ് ബ്ലോഗറായി മരിക്കണമെന്നുള്ളതാണ് സാറേ എന്റെ ആഗ്രഹം. അതൊരു ജോലിക്കും പെണ്ണിനും വേണ്ടി കളയാനുള്ളതല്ല. എന്റെ ലൈഫ്, because it's my life,
My rules rules and and- my provider. Ah. I love it. Nailed it. അണ്ണാ പുള്ളി കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. ഇനി വന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാം. ആ സാറിന്റെ മുഖം കണ്ടാൽ അറിയാം Okay. സ്റ്റക്കാണ്. അതിനുള്ള ഫ്യൂലുമായിട്ടാണ് സാറേ ഞാൻ വന്നിരിക്കുന്നത്. ദേ ഇരിക്കുന്നു നമ്മുടെ ബോസ്. പക്ഷേ എനിക്ക് പറ്റി ഒറ്റി കൊടുക്കട്ടാ സാറേ. അവർ ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. He's a professional kidnapper. Just trust me and come with me, sir. Oh, anyways, I will take you to the miraculous universe of the most wanted person you're searching for. Go on. Sir, ഒരു കാര്യം പറയുന്നത് അവൻ ആദ്യമായിട്ട് കിഡ്നാപ്പ് ചെയ്തത് ലളിതാംബികയായിരുന്നു. തന്റെ കറുത്ത മറുകിന് 100 അഴകാണെന്ന് നാട്ടുകാർ പറയാറുണ്ടായിരുന്നു. അവന് പശുക്കളുമായി പണ്ടേ ഒരു കണക്ഷൻ ഉണ്ട്. जो क्राउन पहना है നാട്ടിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവന്റെ കയ്യിൽ ഇവിടുന്ന തോക്കൊക്കെ അതൊന്നും പറയാൻ പറ്റില്ല സാർ. അതെന്താ കഥയിൽ ചോദ്യമില്ല സാർ. പ്രത്യേകിച്ച് അണ്ണന്റെ കഥയിൽ. ഗോഡ്സൺ തള്ളി തള്ളി നിന്റെ അച്ഛനെ അണ്ണന്റെ വീട്ടിലേക്ക് എത്തിച്ചു. हाँ ओए अरे 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 ഈ കളർ പരിപാടികൾ കൂടുതൽ അത്ര കളറില്ലാത്ത ഒരു പാസ്റ്റ് ഉണ്ടെന്ന് അണ്ണൻ അവരെ അറിയിച്ചു തുടങ്ങി. ഈ ഫയൽ മുഴുവൻ അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ചുള്ള എന്റെ ഫൈൻഡിങ്സ് ആണ്. മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സാർ. ഇനി മറുവശത്തുള്ള ആളെ കുറിച്ച് ഞാൻ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് സാർ. ആരെ കുറിച്ച്? സാറിന്റെ അച്ഛനെ കുറിച്ച്. ഒതുക്കിയതും ഒതുക്കാത്തതും ഒതുക്കിക്കൊണ്ടിരിക്കുന്നതുമായ പല കേസുകളുടെയും പെരുമഴയാണ് സാറേ ആ ലിസ്റ്റ്. ഇത് രണ്ടും കൂടി ഇനി ഒരു ത്രാസ് വെച്ച് തൂക്കി നോക്കിയാൽ സംഭവം മൊത്തം തിരിയും. സാറിന്റെ അച്ഛൻ നിന്ന് തൂങ്ങും. സാറിന് വെള്ളം കൊണ്ട് അടുത്ത ചൂണ്ടയിലും നിന്റെ അച്ഛൻ കറക്റ്റായി കൊത്തി. CK ജോസഫ് ശരിക്കും ആരാണെന്ന് അയാൾ അറിഞ്ഞു തുടങ്ങി. സത്യപ്രജയുടെ എന്നെ ഒരു ദിവസം പോലും കസേലൊന്നും ഇരിക്കാൻ നീ സമ്മതിച്ചില്ല. നിന്റെയൊക്കെ അമ്മൂമ്മയുടെ ഡാൻസ്. സാർ ഇവിടെ ഒരു ഫയൽ വെച്ചിരിക്കണ അപ്പൊ ഞാനൊന്ന് എന്റർടൈൻ ചെയ്യാൻ നോക്കിയതാ. സാറിന് ഇഷ്ടമല്ലേ വിട്ടേക്ക് പിടികൂടും സാറേ. എനിക്ക് നിന്നെ കൊല്ലാനുള്ള കലിയുണ്ട്. വിട്ട് കളാ സാറേ. ചോരക്ക് ഉണ്ടല്ലോ അപ്പേ. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവനും എന്നാൽ നേടാൻ കുറച്ച് അധികമുള്ളവനും മുന്നും പിന്നും നോക്കൂല സാറേ. നീ വാക്കുകൾക്കുള്ളിൽ എന്തോ അർത്ഥം വച്ചുണ്ടാക്കാന്ന് മനസ്സിലായി. ഫ്ലാഷ്ബാക്ക് പോற மாதிரியே இருக்குது. ശ്രീയായി നീ എൻ നെഞ്ചിൽ വളര ശ്രീത്വം കണിക ഒരു നാളും തളരാതെ വാനോളം വളരീണം ഈ ജന്മം നിറയാനായി പൊന്നും നീ അരികേവാ എൻ സ്നേഹം പകരാനായി ഇന്നഴകെ അരികെ
ശ്രീപം കണി കാണാൻ മലമുകളിൽ താമസമുറപ്പിച്ച വേട്ടക്കാരൻ ഒരു ദിവസം കാട്ടിലൊരു ശബ്ദം കേട്ട് മലയിറങ്ങി. എന്നിട്ട് അന്ന് ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങി. പക്ഷേ അമ്മ പിന്നീട് ഉണർന്നില്ല. കിടക്കാനായിട്ടില്ലേ നല്ല സുന്ദരിയായിട്ട്? എടാ സുധാര, വഹി നോക്കി നിൽക്കാതെ വന്നവർക്കൊക്കെ വെള്ളം കൊടുക്കടാ. ആ തള്ള ചത്തതോടെ തന്തയ്ക്ക് വട്ടായി. ഇതുവരെ ആ സ്ത്രീ ഉണ്ടായിരുന്നോണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോയി. ഇനി ഈ ചെക്കന്റെ കാര്യം എന്താവോ എന്തോ. അമ്മ പോയതോർത്ത് ഒരു നിമിഷം പോലും കരയാതിരിക്കാൻ അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ചിരുന്നേ. ഒരു നോട്ടം കൊണ്ട് പോലും അച്ഛനൊരു വിലയും കൊടുത്തില്ല. ചേട്ടാ 2 തേൻമിഠായി. നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ഈ അളിഞ്ഞ ഇലയും ചോറും വാരി കളഞ്ഞേ. ഞാൻ മോനുമായിട്ടും നീ അത് ചെയ്തിട്ട് പോയാൽ മതി. ആറിട്ട് പോയി. ശബരിവാരികൾക്ക് സർക്കിട്ട് ഓണം പോലും. എന്നെ വളർത്തി വലുതാക്കാൻ ആ പാവം എല്ലാ അപമാനവും സഹിച്ചു. ഇവരെ കടുത്തുകൂടെ പോയാൽ തന്നെ നാവും. ചേട്ടാ ഒരു പൊതി പറഞ്ഞോട്ടെ, മോന്റെ പിറന്നാളാണ്. ഓ പിറന്നാള്. അച്ഛാ, ഇതുപോലെ എന്റെ പടം വരും പത്രത്തില്. ഇന്ന് എന്നെയും പറഞ്ഞതല്ലേ? ഇല്ലാത്തവർക്കല്ലേ നിന്റെ പിറന്നാൾ സമ്മാനം. പോയി കൂട്ടുകാർക്കൊക്കെ കൊടുക്കും. വേണ്ട വേണ്ട, ഇവന്റെ കയ്യിൽ ഒന്നും എടുക്കണ്ട. വല്ല ചവറൊന്നും എടുത്തോണ്ട് വന്നായിരിക്കും. അമ്മേ നീ എന്തിനെങ്കിലും വിഷമിക്കുന്നത്? നിനക്ക് ഞാനില്ലേ? എന്റെ മോനെ വിട്ട് ഈ അച്ഛൻ എങ്ങും പോയില്ല കേട്ടോ. കൂടെ ഉണ്ടാവും പറഞ്ഞ അച്ഛനും പെട്ടെന്ന് അച്ഛനോടി പോയപ്പോ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇടയ്ക്കോ എന്റെ പേര് പോലും മറന്നുപോയി ഞാൻ. അതിനിടയ്ക്ക് വീടൊക്കെ പൊളിച്ച് പാലമണിയണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാക്കിയ ബഹളം, സമരം, അതൊക്കെ സാറിന് അറിയാലോ. പിന്നീട് നിങ്ങളുടെ മാത്രം വികസനത്തിന് എന്റെ അച്ഛന്റെ മടൽ കുഴിമാട് വരെ തോണ്ടി. എല്ലാം സഹിച്ച് എനിക്ക് ഭ്രാന്തായി തുടങ്ങി. നീ ഭയങ്കര വാശിക്കാരനല്ലടാ. വണ്ടിക്ക് കല്ലേരി സംഭവിച്ചിരിക്കുന്നു. അന്ന് വാവമണിയുടെ വീട്ടിൽ വെച്ച ഞാൻ മഹി ആദ്യമായിട്ട് കാണുന്നത്. കണ്ണ് കാണാഞ്ഞിട്ടും അവൻ വരച്ച ചിത്രങ്ങള് എന്നെ അത്ഭുതപ്പെടുത്തി. എന്റെ പടം കൂടി വരച്ചു തരൂ. പിന്നെ ഞങ്ങള് अच्छा ये वो बंदा होता है अगर देखो याद है फर्स्ट सेकंड അതേ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കാൻ പോലും. ആ ചായക്കടയുടെ മുമ്പിൽ വെച്ച പിന്നീട് എന്റെ സുഹൃത്തായി മാറിയ സിജോനെ ഞാൻ കാണുന്നത്. എന്നെ അടിച്ചവനെ എനിക്ക് വേണ്ടി തിരിച്ചടിക്കോ? ചേട്ടാ 2 പൊറോട്ട ചായ. കാശില്ലാത്തടത്തിന് കയറി ഇരിക്കണ്ട. നീ ഒരു 100 റൗണ്ട് ഞാൻ അടിക്കാം. ആടി എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അത് കഴിഞ്ഞ് അവൻ ആ സ്കൂളിലൂടെ നടന്നൊരു നടത്തണ്ട് സാറേ. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് പരാതിപ്പെട്ടതിന്റെ പേരില് അന്ന് MLA ആയിരുന്ന ജോസഫ് സാർ ഇടപെട്ട് ഡോക്ടറെയൊക്കെ കാണിച്ചു. വട്ട് തന്നെയാണെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അങ്ങേര് ഇംഗ്ലീഷിൽ എന്തൊക്കെ പേര് പറഞ്ഞു. നമുക്ക് എന്തായാലും എന്താ, വട്ട് തന്നെ, വട്ടനെന്നും വട്ടം തന്നെ. പിന്നെ പ്രാന്ത ആശുപത്രിയിൽ ഞാൻ കളിച്ചു വളർന്നു. ഇല്ലാത്ത ബോളിൽ എന്തിനാണ് നമ്മൾ തലവെട്ടിച്ചത്? അതാവൻ അവന്റെ എന്നെ കാണാൻ ഞാൻ അറിയാത്തൊരു വിസിറ്ററോ? നിങ്ങളാണോ? ഞാൻ നിന്നോട് നടക്കല്ലേ?
എന്നാ പിന്നെ മറ്റേ പഠനമായിരിക്കും. ആരോ വിട്ടാരോ ആരാ ഏട്ടാ അന്തനല്ല. എന്നെ മനസ്സിലായ ഏട്ടാ? എനിക്ക് വേണ്ടി തലയിലേക്കല്ല നാട്ടുകാരെ എന്നെ പിടിച്ച് ഇതിനകത്ത് ഇത്ര നാൾ പീഡിപ്പിച്ചത്. ഏട്ടാ എവിടെ 20 വർഷങ്ങൾക്ക് ശേഷം അത് തരാനാട്ടാ ഞാൻ ഇപ്പൊ ഇവിടെ വന്നത്. വിരലിന്റെ വരെ ഇമോഷൻ കണ്ട അന്നടുത്ത് മടക്കി വെച്ചതാ. പിന്നെ തുറന്നു നോക്കിയിട്ടില്ല. 100 രൂപയ്ക്ക് ഇത്ര എക്സ്പ്രഷൻ. സന്തോഷായില്ലേ? ഇത് ഏത് യൂണിവേഴ്സ് ഏട്ടാ? Man, that story यार खतरनाक खतरनाक कैरेक्टर्स यार, एक से एक. बट अभी वही बता रहे ना कि उसके साथ क्या क्या हुआ. कंप्लीट बैक स्टोरी अब तक तो आज भी हुई है. अभी वही देखना कि कंप्लीट बैक स्टोरी क्या है. So he is mad. He is mad. He's crazy. But now I don't think so यार. He is good. He's good with He's his. very smart. Yeah. पर वही देखना ये एंड कैसे होगा. That's true. ठीक है. We'll see. We'll wait for more. Meanwhile, take care. Bye bye.